ഇന്ന് ഞാനാട്ടോ രാവിലെയല്ല ഉച്ചക്കത്തേക്കുള്ള കറിയും ഉപ്പേരിയൊക്കെ ഞാനായിട്ടൊന്ന് കുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് കോവയ്ക്ക ഉപ്പേരിയും പിന്നെ മോരുകറിയായിട്ട് ഉണ്ടാക്കി. എനിക്ക് മോരുകറി ഉണ്ടാക്കാൻ കുറച്ച് എക്സ്പേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ലോണം അറിയുന്ന ഒരു കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കറി കേട്ടോ അത്. അപ്പം കോവയ്ക്കേൻ്റെ ഉപ്പേരിക്കുള്ള കോവയ്ക്കൊക്കെ എടുത്ത് വാഷ് ചെയ്തൊക്കെ ചെയ്തു. പിന്നെ അതിടുന്ന് അരിഞ്ഞു കേട്ടോ. ഞാനിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചിരുന്ന കേട്ടോ ഇരുന്ന് അരിയുന്നത്. അതിനുശേഷം അതങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഞാൻ നേരെ മോരുകറിക്കുള്ള തയ്യാറെടുപ്പിലേക്ക് പോയിട്ട് മോരുകറി ഞാൻ വെള്ളരിയാണ് കേട്ടോ. വെള്ളരി എടുത്തിട്ടാണ് ഉണ്ടാക്കി. വെള്ളരിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചാൽ പിന്നെ തേങ്ങ അരച്ചതിലേക്ക് പാർന്നു. പിന്നെ നല്ലോണം തിളപ്പിച്ച് നേരെ വറവിലേക്ക് പോയതായിരുന്നു. വറവ് തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു ഭൂകമ്പം നടന്നത്. പൊട്ടലും ചീറ്റലും തീയും പുകയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് തീ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് പൊയ്ക്കോളും, അതായത് അധികം ഉണ്ടാവലുണ്ട്, ചെറുതാക്കി കണ്ട് ഇതാക്കില്ല അവരുണ്ട്. പിന്നെ അതാ പോണില്ല മൊത്തത്തിൽ അതിങ്ങനെ ആളി കത്തിക്കൊണ്ട് നിൽക്കണം, അല്ല ഹോമകുളത്തിലേക്ക് ഇതിട്ട പോലെ കേട്ടോ. ലാസ്റ്റ് തന്നെ ഒഴിച്ചപ്പോഴും അവിടെ തീയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. പിന്നെ നേരെ കറിയിലേക്ക് വറവൊക്കെ ഇട്ട് നേരെ മാറ്റി വെച്ച് പിന്നെ നേരെ ഉപ്പേരിലേക്കുള്ള പരിപാടി കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് കടുകൊക്കെ പൊട്ടി നമ്മൾ കുറച്ചൊക്കെ മാറി നിന്നാൽ നമ്മളെ മേലേക്കും തെറിക്കാണ്ട് വെക്കും. അങ്ങനെ കോവക്കേൻ്റെ ഉപ്പേരിയൊക്കെ സെറ്റാക്കാൻ വെച്ച് അതവിടെ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ അങ്ങോട്ട് മൂടി വെച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. മാറ്റി ഞാൻ അവിടേക്കൊന്ന് പോയേക്കും അച്ഛനവിടെ മീൻ മുറിച്ചുകൊണ്ട് കേട്ടോ. അച്ഛനാണ് ഇവിടെ മീൻ മുറിക്കുന്നത്, മീൻ കറി വെച്ചതൊക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛൻ ചോറ് വാർത്തപ്പോൾ നല്ലൊരു കഞ്ഞി കുടിക്കാമല്ലോ, കൊതി വന്നപ്പോൾ നല്ല അച്ചറമൊക്കെ കൂട്ടി നല്ല കഞ്ഞി ഇങ്ങനെ അമ്മേനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ കഞ്ഞി കുടിക്കാൻ. പ്രത്യേകിച്ച് ചോറ് ഇങ്ങനെ വാർത്ത് വെക്കുന്ന ആ ചൂടോട് കൂടിയുള്ള കഞ്ഞിയും നല്ല മാങ്ങാച്ചറോ. അതിൻ്റെ ഇടയിലാണ് ഉപ്പേരി വെന്തത്. അപ്പം ഞാൻ പിന്നെ അതിന് കുറച്ച് ഉപ്പേരിയും കൂടി എടുത്ത് കുറച്ച് അതും കൂടി കൂട്ടി കഴിച്ച് പിന്നെ നേരെ 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാനുള്ള ഒരു മുട്ട. അതിൻ്റെ മുന്നേ ആട്ടോ ഈ കഞ്ഞിയൊക്കെ കുടിച്ചത്. മുട്ടയും കഴിച്ച് പിന്നെ വേകുമ്പം നിത്തൂര് അമ്മ പാൽ കൊടുക്കുകയാണ്, കുട്ടീനെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.